ഡൽഹിയിലെ ഉത്തം നഗർ, ഡ്രൈ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഇന്ത്യൻ സാമൂഹിക ഘടന നേരിടുന്ന പുതിയൊരു വെല്ലുവിളിയാണ് അടയാളപ്പെടുത്തുന്നത്. അയൽപ്പക്കങ്ങളിൽ നിന്നും ഒരു പ്രത്യേക വിഭാഗത്തെ ആട്ടിപ്പായിക്കാൻ മൃഗങ്ങളെ ആയുധമാക്കുന്ന വിചിത്രവും എന്നാൽ അങ്ങേയറ്റം അപകടകരവുമായ ഒരു പ്രവണതയാണിത്. ഇന്ത്യ എന്ന മഹാരാജ്യം ലോകത്തിന് മുന്നിൽ എന്നും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്നത് അതിന്റെ വൈവിധ്യവും ബഹുസ്വരതയുമാണ്. വാസുദേവ കുടുംബാംഗം എന്ന ആപ്തവാക്യം മുറുകെ പിടിക്കുന്ന ഒരു സമൂഹത്തിൽ അയൽക്കാർ ആരായാലും അവർക്ക് തണലാകുക എന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ സമീപകാലത്തായി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഈ സാംസ്കാരിക അടിത്തറ കേൾക്കുന്ന കനത്ത ആഘാതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഉത്തം നഗർ, ഡ്രൈ നഗർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും പ്രചരിക്കുന്ന വീഡിയോകളും റിപ്പോർട്ടുകളും കേവലം പ്രാദേശിക തർക്കങ്ങളല്ല, മറിച്ച് ആസൂത്രിതമായ വർഗീയ ധ്രുവീകരണത്തിന്റെ ആഴമേറിയ ലക്ഷണങ്ങളാണ്. ഡൽഹിയിലെ ഉത്തം നഗറിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ തന്റെ വീടിന് മുന്നിൽ പന്നികളെ വളർത്തുന്നത് സംബന്ധിച്ച വിശദീകരണമാണ് ഈ വീഡിയോയുടെ കാതൽ. സാധാരണഗതിയിൽ ശുചിത്വ പ്രശ്നങ്ങളോ സാമ്പത്തിക ലാഭമോ കണക്കിലെടുത്താണ് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുള്ളതെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തികച്ചും വിഭിന്നമാണ്. തന്റെ അയൽപ്പക്കത്തേക്ക് 2 മുസ്ലിം കുടുംബങ്ങൾ താമസത്തിനെത്തിയതോടെയാണ് താൻ പന്നികളെ വളർത്താൻ തീരുമാനിച്ചതെന്ന് ആ സ്ത്രീ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഒരു പ്രത്യേക മതവിഭാഗം മതപരമായ കാരണങ്ങളാൽ അശുദ്ധമായി കരുതുന്ന മൃഗത്തെ അവരുടെ വീട്ടുവാതിക്കൽ എത്തിക്കുന്നതിലൂടെ അവരെ അവിടെ നിന്ന് ഓടിക്കാം എന്നതാണ് ഇവർ കണക്കുകൂട്ടുന്നത്. ഇതിനൊരു പ്രതിരോധ മാർഗമായി ഇവർ വിശേഷിപ്പിക്കുന്നുവെന്നതും ഏറെ ഗൗരവകരമാണ്. ഒരു നിശ്ചിത പ്രദേശത്തെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ ഭയപ്പെടുന്നുവെന്നും തങ്ങളുടെ പ്രദേശം ശുദ്ധമായി നിലനിർത്താൻ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുമാണ് ഇവരുടെ വാദം. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. റൈനഗർ പ്രദേശത്തും സമാനമായ രീതിയിൽ പൊതുവഴികളിലും വീടിന് മുന്നിലും പന്നികളെ വളർത്തുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരത്തിൽ മൃഗങ്ങളെ ഒരു വിഭാഗത്തിന് നേരെ മാനസികവും സാമൂഹികവുമായ ആയുധമായി ഉപയോഗിക്കുന്നത് സാംസ്കാരികപരമായ അധംപതനത്തിന്റെ തെളിവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 ജാതി, മതം, വർഗം, ലിംഗം, ജനിച്ച സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങളെ കർശനമായി നിരോധിക്കുന്നു. അതുപോലെ ആർട്ടിക്കിൾ 19(1) ഈ പ്രകാരം ഇന്ത്യയുടെ ഏത് ഭാഗത്തും താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. എന്നാൽ ഡൽഹിയിലെ ഈ സംഭവങ്ങൾ പൗരന്റെ ഈ അടിസ്ഥാന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. ഒരാൾ ഏത് മതം വിശ്വസിക്കണം, എവിടെ താമസിക്കണം എന്നത് അയാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. എന്നാൽ അയൽപ്പക്കത്ത് ഒരു പ്രത്യേക വിഭാഗം താമസിക്കുന്നു എന്ന കാരണത്താൽ അവരെ മാനസികമായി പീഡിപ്പിക്കാനോ ഒഴിഞ്ഞു പോകാൻ നിർബന്ധിക്കാനോ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണ്. ഒരു മതവിഭാഗത്തിന് അരോചകമായ കാര്യങ്ങൾ മനഃപൂർവ്വം അവരുടെ വഴിയിൽ തടസ്സമായി വെക്കുന്നത് മതസ്പർദ്ധ വളർത്താനുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂ. പ്രമുഖ മാധ്യമ പ്രവർത്തകർ റാണ അയ്യൂബ് ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തെ രാജ്യത്തിന്റെ ധാർമ്മിക തകർച്ചയുടെ ലക്ഷണമായാണ് വിശേഷിപ്പിച്ചത്. മതം എന്നത് മനുഷ്യനെ സംസ്കരിക്കാനുള്ളതാകണം, മറിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ആയുധമാക്കരുത്. ഉത്തം നഗറിലെ ഈദ് ആഘോഷങ്ങൾക്കിടെ നടന്ന റാലികളിൽ ഉയർന്ന ഭീഷണികൾ ഈ ധ്രുവീകരണത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നു. പന്നികളുടെ മൃതദേഹങ്ങൾ മോസ്കുകൾക്ക് മുന്നിൽ ഉപേക്ഷിക്കുമെന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങൾ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം പ്രവണതകൾ അനുവദിച്ചു കൊടുക്കുന്നത് അപകടകരമായ കീഴ്വഴക്കങ്ങളും സൃഷ്ടിക്കും. ഇന്നൊരു മൃഗത്തെ ആയുധമാക്കുന്നവർ നാളെ മറ്റൊരു തരത്തിലുള്ള വിവേചനവുമായി രംഗത്തെത്തും. ഇത് സമൂഹത്തിലെ പരസ്പര വിശ്വാസത്തിന്റെ അടിത്തറയാണ് തകർക്കുന്നത്. വർഷങ്ങളായി ഒന്നിച്ച് ജീവിച്ചവർക്കിടയിൽ സംശയത്തിന്റെയും ഭയത്തിന്റെയും മതിൽക്കെട്ടുകൾ ഉയരുന്നത് രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കും. ഇത്തരം സംഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്നത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും മനോഭാവമാണ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പ്രചരിക്കുകയും കുറ്റവാളികളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുകയും ചെയ്തിട്ടും പലപ്പോഴും നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടവർ നിശബ്ദത പാലിക്കുന്നത് കുറ്റവാളികൾക്ക് നൽകുന്ന പ്രോത്സാഹനമാണ്. വിദ്വേഷം പടർത്തുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നീതി നിലനിൽക്കുന്നു എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. സമൂഹത്തിൽ അരാജകത്വം പടർത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ IT ആക്ട് പ്രകാരവും IPCയിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും കേസെടുക്കാൻ പോലീസിന് അധികാരമുണ്ട്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ മറ്റു താല്പര്യങ്ങൾക്കോ വഴങ്ങി പോലീസ് മൗനം പാലിക്കുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണ്. ഇന്ത്യയുടെ കരുത്ത് അതിന്റെ വൈവിധ്യമാണ്. ഈ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഇത്തരം വർഗീയ ധ്രുവീകരണങ്ങളെ പ്രതിരോധിക്കാൻ ചില നിർണായകമായ ഇടപെടലുകളും ആവശ്യമാണ്. വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്കും പ്രകോപനപരമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും എതിരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണം. പോലീസ് നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം. സ്കൂളുകൾ, കോളേജുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവ വഴി മതസൗഹാർദ്ദത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കണം. അയൽക്കാരെ ബഹുമാനിക്കുക എന്നത് ഒരു പൗരധർമ്മമായി വളർത്തിയെടുക്കണം. എല്ലാ മതവിഭാഗങ്ങളിലെയും പണ്ഡിതന്മാരും നേതാക്കളും ഒത്തുചേർന്ന് സമാധാനത്തിന്റെ സന്ദേശവും നൽകണം. വിദ്വേഷത്തിന് മതത്തിൽ സ്ഥാനമില്ലെന്ന് അവർ തങ്ങളുടെ അനുയായികളെ ബോധ്യപ്പെടുത്തണം. വിദ്വേഷം പടർത്തുന്ന വാർത്തകൾക്ക് അനാവശ്യ പ്രാധാന്യം നൽകാതെ സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന പോസിറ്റീവ് വാർത്തകൾക്ക് മുൻഗണന
മുൻഗണന നൽകാൻ മാധ്യമങ്ങളും ശ്രമിക്കണം. നമ്മുടെ അയൽപ്പക്കങ്ങൾ സ്നേഹത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഇടങ്ങളാകണം. വിശ്വാസത്തിന്റെ പേരിൽ ഭയവും വെറുപ്പും വിതയ്ക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തെയാണ് തകർക്കുന്നത്. ഡൽഹിയിലെ സംഭവങ്ങൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പും ചെറുതല്ല. ഒരു പ്രത്യേക വിഭാഗത്തെ അപരവൽക്കരിക്കാനുള്ള ഇത്തരം നീക്കങ്ങൾക്കെതിരെ വിവേകമുള്ള സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. നിയമത്തിന്റെ മേൽക്കോയ്മയും മാനുഷിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചാൽ മാത്രമേ ഇന്ത്യയുടെ ബഹുസ്വരതയും മതനിരപേക്ഷതയും നിലനിൽക്കുകയുള്ളൂ. വെറുപ്പിന്റെ വിത്തുകൾ പാകുന്നവർക്ക് സ്നേഹം കൊണ്ട് മറുപടി നൽകുന്ന ഒരു സംസ്കാരം നമുക്ക് തിരികെ പിടിക്കാം.